قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സക്കാത്തിൻ്റെ 3 മൗലികമായ ലക്ഷ്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഒന്നാമത്തേത്, സക്കാത്ത് നൽകുന്ന വ്യക്തിയുടെ സംസ്കരണമാണ് സക്കാത്ത് നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, സക്കാത്ത് നൽകുന്ന വ്യക്തിയുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ് സക്കാത്ത് നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത്, സക്കാത്ത് നൽകുന്ന വ്യക്തി ഉൾക്കൊള്ളുന്ന സമൂഹത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ ലക്ഷ്യം. ഇങ്ങനെ 3 പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ്സ്, മൗലികമായ ലക്ഷ്യങ്ങൾ സക്കാത്തിനുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഈ 3 ലക്ഷ്യങ്ങൾ അതിൻ്റെ തനിമയോടെ ഒരു സമൂഹത്തിൽ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട വ്യക്തികൾ സക്കാത്തിന് അർഹരായിട്ടുള്ള അവർക്കറിയാവുന്ന വ്യക്തികൾക്ക് കൊണ്ടുപോയി വ്യക്തിപരമായി കൊടുത്താൽ ഇത് സാക്ഷാത്കരിക്കാൻ കഴിയില്ല. മറിച്ച് വ്യക്തികൾ അവരുടെ സമ്പത്ത് ഒരു കേന്ദ്രത്തെ, ഒരു നിശ്ചിത കേന്ദ്രത്തെ ഏൽപ്പിക്കുകയും ആ കേന്ദ്രം അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന പ്രായോഗിക നടപടിയിലൂടെ മാത്രമേ സക്കാത്തിൻ്റെ ഈ 3 മൗലിക ലക്ഷ്യങ്ങൾ അതിൻ്റെ തനിമയോടുകൂടി സാക്ഷാത്കരിക്കാൻ കഴിയും. ഇത് കോമൺ സെൻസ് കൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അല്ലെങ്കിൽ അതുകൊണ്ട് ഫലമുണ്ടാവില്ല എന്ന് സാമാന്യം ചിന്തിക്കുന്ന ആർക്കും അത് ബോധ്യപ്പെടും. എങ്കിലും ഖുർആൻ ഈ സംഗതി വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ വ്യക്തിക്ക് നൽകുകയല്ല, മറിച്ച് ഒരു കേന്ദ്രീകൃത സ്വഭാവത്തോടു കൂടിയാണ് സക്കാത്ത് ശേഖരണ വിതരണം നടത്തേണ്ടത് എന്ന് ഖുർആൻ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 103-ാം വചനത്തിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, ഖുദു മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നബിയെ, താങ്കൾ അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് വസൂൽ ചെയ്യുക. സ്വദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം, അതിലൂടെ അവർ ശുദ്ധീകരിക്കപ്പെടുകയും അവർ സംസ്കരിക്കപ്പെടുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ അല്ലാഹ് പ്രവാചകനോട് പറയല്ല ചെയ്യുന്നത്. എന്ത്? നബിയെ അവരോട് പറയണം, അവരുടെ സക്കാത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ അവരോട് പറയണം എന്നല്ല അള്ളാഹു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. സക്കാത്ത് നബിയെ താങ്കൾ സമ്പന്നരോട് പറയണം, അവരുടെ സക്കാത്തിന്റെ വിഹിതം ദരിദ്രർക്ക് കൊടുക്കാൻ പറയണം എന്നല്ല അള്ളാഹു ഖുർആനിൽ പറയുന്നത്. മറിച്ച് അള്ളാഹ് പറയുന്നതാണ്, ഖുദു മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറുഹും. സംസ്കരിക്കപ്പെടേണ്ട ആളുകളുണ്ടല്ലോ, സക്കാത്ത് കൊടുത്ത് സംസ്കരിക്കപ്പെടേണ്ടതും സക്കാത്തിലൂടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ട ആളുകളും ഉണ്ടല്ലോ, അവരോട് കൊടുക്കാനല്ല പറയുന്നത്, മറിച്ച് നബിയോട് പറയാണ്, അവരുടെ സമ്പത്തിൽ നിന്ന് താങ്കൾ സക്കാത്ത് വസൂൽ ചെയ്യണം.
താങ്കൾ വാങ്ങണമെന്നാണ് അല്ല പറയുന്നത്. അല്ലാതെ അവരോട് പറഞ്ഞേര്, പാവങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞേരുന്നല്ല പറയുന്നത്. താങ്കൾ അവരുടെ സമ്പത്തിൽ നിന്ന് സ്വതക്ക വസൂൽ ചെയ്യണം. ഇവിടെ സക്കാത്തിനെ ഉദ്ദേശിച്ച് സദക്ക എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സദക്ക വസൂൽ ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത് 9-ാം അധ്യായം 103-ാം വചനത്തിൽ. മറ്റൊന്ന് നമ്മൾ ആമുഖത്തിൽ ഓതി വെച്ച ആയത്താണ്. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 60-ാം വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിന്റെ അവകാശികളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് അള്ളാഹു നേരിട്ട് തന്നെ സക്കാത്തിന്റെ അവകാശികളെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹി വബിന സബീൽ ഫരീളത്തൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. 60-ാം വചനം ആർക്കെടുത്ത് നോക്കിയാലും കാണാം. 8 അവകാശികളാണ് അള്ളാഹ് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ ഫക്കീർ, മിസ്കീൻ, അതേപോലെ തന്നെ മൂന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആമിലീങ്ങൾ എന്നാണ്. അഥവാ സക്കാത്തിന്റെ ഒഫീഷ്യൽസ്, സക്കാത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽസിനെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാഫിനെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. പിന്നെ പറയുന്നത് വഴി യാത്രക്കാർ, അതുപോലെ തന്നെ കടം ഉള്ള ആളുകൾ, അതുപോലെ അടിമമോചനത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഇങ്ങനെ 8 വകുപ്പുകളായി തിരിച്ചതിൽ മൂന്നാമത്തെ വകുപ്പായി അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിയിട്ടുള്ളത് സക്കാത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽസിനെ കുറിച്ചാണ്. അവർക്ക് സക്കാത്തിന്റെ ഒരു വിഹിതം എടുക്കാം. കാരണം അവർ സക്കാത്ത് ശേഖരണ വിതരണ സ്റ്റാഫുകളാണ്, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ആണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് കൊടുക്കാമെന്നാണ്. ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സക്കാത്ത് വ്യക്തിക്ക് നൽകുകയല്ല. സക്കാത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ല താൻ തന്നെ കൊണ്ടുപോയി കൊടുക്കുകയല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഖുർആനിൽ മാത്രമല്ല സുന്നത്തിലും നമുക്കിത് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിലെ കിതാബു സക്കാത്ത് ആ ചാപ്റ്റർ എടുത്ത് നമ്മൾ നോക്കിയാൽ അതിനകത്തൊരു ഹദീസ് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂൽ യമനിലേക്ക് ഗവർണറായിട്ട് നിയോഗിക്കുമ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മുആദേ, താങ്കൾ യമനിൽ ചെല്ലുമ്പോൾ അവരോട് പറയണം അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കണമെന്നും, അതുപോലെ തന്നെ ഞാൻ ആ അള്ളാഹുവിൻ്റെ അന്ത്യദൂതനാണെന്നും അതിലേക്ക്, ആ സത്യസാക്ഷ്യത്തിലേക്ക് അവരെ ക്ഷണിക്കണം. അതിനവർ സന്നദ്ധമായി കഴിഞ്ഞാൽ അവരോട് പറയണം ദിവസത്തിൽ 5 വഖത്ത് നിർബന്ധമായ നമസ്കാരമുണ്ട്. പിന്നെ അവരോട് പറയണം അവരുടെ സക്കാത്ത്, അവരുടെ സമ്പത്തിൽ സ്വതക്കയുണ്ട്, അഥവാ സക്കാത്തുണ്ട് അവരുടെ സമ്പത്തിൽ. എന്നിട്ട് യമനിലെ ഗവർണറായ മുആദ് ബിൻ ജബലിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് സദക്കയുണ്ട്, സക്കാത്തുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം താങ്കൾ പറയണം അവരിലെ സമ്പന്നരോട് അവരുടെ സക്കാത്ത് അവരിലെ തന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറയണം എന്നല്ല അള്ളാഹുവിൻ്റെ റസൂൽ മുആദ് ബിൻ ജബലിനോട് നിർദ്ദേശിക്കുന്നത്. പകരം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് തൂഖദു മിൻ അഗ്നിയാഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരിലെ സമ്പന്നരിൽ നിന്ന് അവരുടെ സക്കാത്ത് താങ്കൾ വസൂൽ ചെയ്യുകയും എന്നിട്ട് അവരിലെ ഫുഖറാകൾക്ക്, മസാക്കീനുകൾക്ക് താങ്കൾ ഇത് വിതരണം ചെയ്യുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അവിടെയും വ്യക്തിക്ക് നൽകാനല്ല പറയുന്നത്, കേന്ദ്രീകൃത സ്വഭാവത്തിൽ ആ സംഗതി ചെയ്യണം എന്നാണ് പറയുന്നത്. കേന്ദ്രീകൃത സ്വഭാവത്തിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാവുക? സക്കാത്ത് സമ്പന്നർ അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അവർക്ക് അറിവിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന രീതിയല്ല ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. മറിച്ച് അതിനൊരു കേന്ദ്രീകൃത സ്വഭാവം വേണം എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇത് ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. ഒരു കാര്യം അതാണ് ഞാൻ ഈ ഓതി വച്ച 2 ആയത്തിൽ നിന്നും ഈ സഹീഹുൽ ബുഖാരിയിലുള്ള നബിവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ്. അഥവാ സക്കാത്ത് വ്യക്തിക്ക് നൽകുകയല്ല, അതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടും. ഇനി അതിനകത്ത് നിന്ന് രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും. അത് മറ്റൊന്നുമല്ല, ഇഷ്ടമുള്ളവർ സക്കാത്ത് കൊടുക്കട്ടെ, ഇഷ്ടമുള്ളവർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, ആവശ്യമുള്ളവർ കൊടുക്കട്ടെ, ആവശ്യമില്ലാത്തവർ കൊടുക്കണ്ട എന്ന നിലപാടല്ല ഇസ്ലാമിനുള്ളത്. മറിച്ച് ഒരു അധികാര കേന്ദ്രം അത് വാങ്ങണമെന്നാണ് പറയുന്നത്. വെറും ഒരു കേന്ദ്രമല്ല, അധികാര സ്വഭാവമുള്ള കേന്ദ്രത്തിൽ ഏൽപ്പിക്കണമെന്നാണ് അള്ളാഹ് പറയുന്നത്. ഏതെങ്കിലും ഒരു കേന്ദ്രം വാങ്ങണ കാര്യമല്ല പറയാം, അധികാര സ്വഭാവമുള്ളത്.
ഖുദു മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് താങ്കൾ പിടിച്ചു വാങ്ങണം, അഥവാ വസൂൽ ചെയ്യണം എന്നാണ് അല്ലാഹ് പറയുന്നത്. ഇഷ്ടമുള്ളവർ കൊടുത്തോട്ടെ, ഇഷ്ടമില്ലാത്തവർ കൊടുക്കണ്ട, കിട്ടിയവരെ കൂട്ടി വെച്ച് വിതരണം ചെയ്യുന്നല്ല പറയുന്നത്. ഖുദു മിൻ അംവാലിഹിം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് തൂഖദു മിൻ അഗ്നിയായിഹിം, അവരിലെ സമ്പന്നരുടെ സമ്പത്തിൽ നിന്ന് താങ്കൾ അത് പിടിച്ചു വാങ്ങണം. പിടിച്ചു വാങ്ങണം എന്ന് പറഞ്ഞാൽ നിയമപരമായി അധികാര സ്വഭാവമുള്ള ഒരു കേന്ദ്രത്തെക്കുറിച്ചാണ് അല്ലാഹ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ റസൂൽ പറയുന്നത് അധികാര സ്വഭാവമുള്ള ഒരു കേന്ദ്രം. രണ്ടാമത് നമുക്ക് അതിനകത്ത് മനസ്സിലാകുന്നതാണ്, വെറും ഒരു കേന്ദ്രമല്ല, അധികാര സ്വഭാവമുള്ള കേന്ദ്രം. മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അധികാര സ്വഭാവമുള്ള കേന്ദ്രം എന്ന് പറയുന്നത് ആരാണ്? ഇസ്ലാമിക ഭരണകൂടമാണ്. അല്ലാത്തവർക്ക് അധികാര സ്വഭാവമുള്ള കേന്ദ്രം എന്ന് പറയാൻ കഴിയില്ല. ഇസ്ലാമിക ഭരണകൂടമാണ് ഈ അധികാര കേന്ദ്രം. ഈ കാര്യം കേരളത്തിലെ എല്ലാ സംഘടനകളും യുനാനിമസ്ലി അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാ സംഘടനക്കാരും ഈ അള്ളാഹു ഈ പറയുന്ന അധികാര കേന്ദ്രം ഇസ്ലാമിക ഭരണകൂടമാണ്. എല്ലാവരും ആ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. ജമാഅത്ത് അംഗീകരിച്ചിട്ടുണ്ട്, മുജാഹിദ് അംഗീകരിച്ചിട്ടുണ്ട്, തബ്ലീഗ് ജമാഅത്ത് അംഗീകരിച്ചിട്ടുണ്ട്, സമസ്തയുടെ സമസ്തയും അംഗീകരിച്ചിട്ടുണ്ട്, ദക്ഷിണ കേരള അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അധികാര കേന്ദ്രം എന്താണ്? ഇസ്ലാമിക ഭരണകൂടമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ഒരു ആരാധനയെപ്പോലും, സക്കാത്ത് ഒരു ആരാധനയാണ്, ആരാധനയെപ്പോലും അള്ളാഹു ബന്ധിപ്പിച്ചിട്ടുള്ളത് ഭരണകൂടവുമായിട്ടാണ്. അള്ളാഹ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. തനി സ്വഭാവത്തിൽ സക്കാത്ത് എന്ന് പറയുന്ന ആരാധന നടപടിയിൽ വരണമെങ്കിൽ അത് ഭരണകൂടം വാങ്ങി ഭരണകൂടം വിതരണം ചെയ്യണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ഒന്നുകൂടി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഭൂരിപക്ഷം പ്രദേശത്തും ഇസ്ലാമിക ഭരണം ഉണ്ടാവില്ല എന്നറിയാവുന്ന അള്ളാഹു, ലോകത്തെ ഭൂരിപക്ഷം കാലത്തും ഇസ്ലാമിക ഭരണം ഉണ്ടാവില്ല എന്നറിയാവുന്ന അള്ളാഹു, ഇസ്ലാമിലെ എല്ലാ ദേശത്തെയും എല്ലാ കാലത്തെയും ആളുകൾ അനുഷ്ഠിക്കേണ്ട ഒരു ആരാധനയെ ബന്ധിപ്പിച്ചത് ഭരണകൂടവുമായി ബന്ധിപ്പിച്ചാണ് വിളംബരം ചെയ്യുന്നത്. ഭരണകൂടം ഉള്ളവരും ഇല്ലാത്തവരും ലോകത്തുണ്ടല്ലോ. ഇസ്ലാമിക ഭരണകൂടം എല്ലാ രാജ്യത്തൊന്നും ഇല്ലല്ലോ ലോകത്ത്. ചരിത്രത്തിൽ ഭൂരിപക്ഷം കാലത്തും ഭൂരിപക്ഷം പ്രദേശത്തും ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായിട്ടില്ല. എന്നിട്ടും വിശ്വാസി അനുഷ്ഠിക്കേണ്ട അത് എല്ലാ കാലത്തുമുള്ള വിശ്വാസി, എല്ലാ ദേശത്തുമുള്ള വിശ്വാസി അനുഷ്ഠിക്കേണ്ട സുപ്രധാനമായ രണ്ടാമത്തെ ആരാധനയെ അള്ളാഹു ബന്ധിപ്പിച്ചത് ഭരണകൂടവുമായിട്ടാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഭരണവും രാഷ്ട്രവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്നാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യം അതാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞല്ലോ ഇസ്ലാമിക രാഷ്ട്രം എല്ലായിടത്തും ഇല്ല. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ലോകത്തെ ഏറ്റവും ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമായ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണകൂടമില്ല. ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഇസ്ലാമിക ഭരണകൂടമാണ് അത് വാങ്ങേണ്ടത്. ഇസ്ലാമിക ഭരണകൂടം ഇല്ലെങ്കിൽ ആ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? സക്കാത്ത് ഇനി ആരും കൊടുക്കേണ്ടതില്ല, കൊടുക്കണമെങ്കിൽ വ്യക്തിക്ക് കൊടുത്തോ എന്ന് പറയുകയാണോ വേണ്ടത്? അല്ലല്ലോ. മറിച്ച് ബുദ്ധിയുള്ള, വിവേകമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള ആളുകൾ എന്താ വേണ്ടത്? എന്തായാലും ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമില്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഈ രാജ്യത്തിൻ്റെ നിയമപരമായ സ്വാതന്ത്ര്യത്തിനകത്തു നിന്നുകൊണ്ട് സക്കാത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നല്ലേ ആലോചിക്കേണ്ടത്. ഇവിടുത്തെ നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ആളുകളിൽ നിന്ന് സക്കാത്ത് ശേഖരിച്ച് ഫലപ്രദമായ രൂപത്തിൽ ഇതെങ്ങനെ വിതരണം ചെയ്യാൻ കഴിയും, അതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതിലൂടെ മറ്റ് ലക്ഷ്യങ്ങൾ, സക്കാത്തിൻ്റെ അവകാശികളുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നല്ലേ ആലോചിക്കേണ്ടത്. ഈ ആലോചനയുടെ ഭാഗമായിട്ടാണ് മതനവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ സക്കാത്ത് കമ്മിറ്റികൾക്ക് രൂപകൽപ്പന ചെയ്യാൻ തീരുമാനിച്ചത്. സക്കാത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കാനും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന വികസിത സംവിധാനം ഉണ്ടാക്കാനും ഒക്കെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ തീരുമാനത്തെയാണ് നമ്മുടെ പണ്ഡിതന്മാർ ടോർപ്പിഡോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതങ്ങനെ കമ്മിറ്റിക്ക് കൊടുത്താൽ ശരിയാവില്ല. ഇസ്ലാമിക രാഷ്ട്രമില്ലെങ്കിൽ പിന്നെ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഇവരുടെ. നമ്മൾ ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ,
ഇത് മറ്റു വിഷയങ്ങൾ പോലെയല്ല. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുന്ന, വീടില്ലാത്ത ആളുകളുടെ അടിസ്ഥാന പ്രശ്നമാണിത്. ഈ പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം സമൂഹത്തിന്റെ സക്കാത്ത് കൊണ്ട് ഒരു പരിധിവരെ കേരളത്തിൽ സാധിക്കും. ആ സാധ്യതയാണ് ഇവർ ടോർപ്പിഡോ ചെയ്യുന്നത്. ആ സാധ്യതയെയാണ് ആവശ്യമില്ലാത്ത മസലകളും മതവിധികളും പറഞ്ഞ് തടയിടാൻ ശ്രമിക്കുന്നത്. വ്യക്തിക്ക് കൂടത്തിൽ എന്ത് പ്രശ്നമാണ് ഇവിടെ പരിഹരിക്കാൻ പോകുന്നത്? വല്ല പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുമോ? എന്നും വാങ്ങുന്നവനായും കൊടുക്കുന്നവനായും നിലകൊള്ളും എന്നല്ലാതെ എന്തെങ്കിലും പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള തീരുമാനം വന്നപ്പോഴാണ് പറയുന്നത് ഇത് സാധ്യമല്ല. കാരണം എന്താ? ഇസ്ലാമിക ഭരണകൂടമല്ല. അതുകൊണ്ട് ഇവർ പറയുന്നത് ആകെ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യാൻ 3 ചോയ്സാണുള്ളത്. ഒന്നാമത്തെ ചോയ്സ് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഇസ്ലാമിക സക്കാത്ത് ഭരണകൂടത്തിന്റെ കീഴിലുള്ള സക്കാത്ത് ഡിപ്പാർട്ട്മെന്റിനെ സക്കാത്ത് ഏൽപ്പിക്കുക. രണ്ടാമത്തെ ചോയ്സ് എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിക്ക് നൽകുക. മൂന്നാമത്തെ ചോയ്സ് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വസ്തനായ ഒരു വ്യക്തിയെ വക്കാലത്ത് ഏൽപ്പിക്കുക. മീൻസ് ഒരു വക്കീലിനെ ഏൽപ്പിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന അഡ്വക്കേറ്റ് അല്ല, മറിച്ച് വക്കാലത്ത് ഏൽപ്പിക്കുക. ആ മഹല്ലിലെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള വിശ്വസ്തനായ ഒരാളെ തെരഞ്ഞെടുത്ത് അയാളെ വക്കാലത്ത് ഏൽപ്പിക്കുക. ഈ 3 ചോയ്സാണ് സക്കാത്ത്. ഈ 3 സാധ്യതകളാണ് സക്കാത്ത് വിതരണം ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമില്ല, അതുകൊണ്ട് അതില്ല. അപ്പൊ പിന്നെ ബാക്കി എന്താ ഉള്ളത്? 2 ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ വ്യക്തിക്ക് നൽകുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വക്കാലത്ത് ഏൽപ്പിച്ച് ബാക്കി എല്ലാവരും കൂടി ആ വ്യക്തിയുടെ കയ്യിൽ കൊണ്ടുപോയി സക്കാത്ത് കൊടുക്കുക, അയാൾ അത് വിതരണം ചെയ്യാം. ഇതല്ലാത്ത കമ്മിറ്റി എന്ന് പറയുന്നത് ശരിയാവില്ല എന്നാണ് ഇവർ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിനകത്ത് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇത് മാത്രമല്ല, ഈ ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമികമായ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ നമുക്കിത് ഉപകാരപ്പെടും. ഇവർ വിഷയങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത്, അതിൻ്റെ തകരാർ എന്താണ് എന്ന് മനസ്സിലാക്കാനും കൂടി ഇത് ഉപകാരപ്പെടും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും ഇവിടെ 2 സാധ്യതകളെ ഉള്ളൂ, 2 പോസിബിലിറ്റി ഇവിടെ ഉള്ളൂ. ഒന്നുകിൽ വ്യക്തിക്ക് സക്കാത്ത് കൊടുക്കുക, അതാണ് ഭയങ്കര ശ്രേഷ്ഠമെന്ന് കുറേ നാൾ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു. ഇപ്പൊ പറയുന്നതല്ല, കുറച്ചുകൂടി ഫലപ്രദമായിട്ട് നൽകാൻ പറ്റുന്നത് ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത്, വിശ്വസ്തനായ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടെ സക്കാത്ത് കൊണ്ടുപോയി ആ വിശ്വസ്തന്റെ കയ്യിൽ ഏൽപ്പിക്കുക, എന്നിട്ട് അയാൾ വിതരണം ചെയ്യട്ടെ. ഇതാണ് ഇപ്പൊ ഏറ്റവും ഫലപ്രദമായ രീതി എന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇവർ പറയുന്നതിൽ ഒരുപാട് കോമഡിയാണ് ഇവർ പറയുന്നത്. പരിഹാസ്യമാണ് ഈ വർത്തമാനം, പരിഹാസ്യമാണ് ഇവർ പറയുന്നത്. ഒരാളുടെ മുൻപിലും ബുദ്ധിയും ബോധവുമുള്ള ഒരാളുടെ മുമ്പിൽ ഇത് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് റാഷണലായിട്ട് ചിന്തിക്കുന്ന, ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന പുതുതലമുറയുടെ മുൻപിൽ ഇവരുടെ ഫോർമുല അവതരിപ്പിക്കാനേ പറ്റില്ല. ഇവരെന്താ പറയുന്നത്? വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കാം. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തരായ 5 ആള് അല്ലെങ്കിൽ 7 ആളാണല്ലോ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിശ്വസ്തനായ ഒരാളെ സക്കാത്ത് ഏൽപ്പിക്കാം, പക്ഷെ വിശ്വസ്തരായ 5 ആളെ ഏൽപ്പിക്കാൻ പറ്റൂല. ഇതല്ലേ പറയുന്നത്? ഇതല്ലേ ഇതിലൂടെ അവർ പറയുന്നത്? വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കാം. വിശ്വസ്തരായ 5 പേരുള്ളതിനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് കമ്മിറ്റി എന്ന്. ഇനി അതിനെ അറബി പറഞ്ഞാൽ മതിയാവുമെങ്കിൽ അറബി പറയാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കാം, പക്ഷെ വിശ്വസ്തരായ 5 ആളെ ഏൽപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിശ്വസ്തരായ 7 ആളെ ഏൽപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിശ്വസ്തരായ 11 ആളെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഇതാണ് ഇവർ പറയുന്നത്. ഇത് എവിടെയെങ്കിലും നമുക്ക് വെട്ടത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്. ഇനി ഇതിന്റെ ലോജിക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് 1000 രൂപയും 10,000 രൂപയും കൈകാര്യം ചെയ്യുന്ന കാര്യമാണോ ഈ പറയുന്നത്? ഒരു മഹല്ലിലെ സക്കാത്ത് കൊടുക്കാൻ തയ്യാറായ ലക്ഷക്കണക്കിന് രൂപയുണ്ടാകും. ഈ ലക്ഷക്കണക്കിന് രൂപ, എൻ്റെ ഈ ഖുതുബ ശ്രദ്ധിക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലക്ഷക്കണക്കിന് രൂപ വിശ്വസ്തനായ ഒരാളെ മാത്രം കൊണ്ട് ഏൽപ്പിക്കുന്നതാണോ സെക്യൂർ ആയിട്ടുള്ളത്, സുരക്ഷിതമായിട്ടുള്ളത്, അതോ വിശ്വസ്തരായിട്ടുള്ള 5 അംഗ കമ്മിറ്റി ഏൽപ്പിക്കുന്നതാണോ സുരക്ഷിതമായിട്ടുള്ളത്? ഏതാ സുരക്ഷിതമായിട്ടുള്ളത്? 5 അംഗ കമ്മിറ്റി ഏൽപ്പിക്കുന്നതല്ലേ സുരക്ഷിതത്വം? അതല്ലേ യുക്തി, അതല്ലേ ബുദ്ധി, അതല്ലേ പ്രായോഗികം? ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും കൂടി സക്കാത്ത് കൊണ്ടുപോയി ഒരാളെ ഏൽപ്പിച്ചാൽ അതാണോ പ്രായോഗികം, അതോ വിശ്വസ്തരായിട്ടുള്ള 5-6 പേരുള്ള ഒരു കമ്മിറ്റിയെ കൊണ്ടുപോയി ഏൽപ്പിച്ച് ലക്ഷക്കണക്കിന് കൊണ്ടുപോയി ഏൽപ്പിച്ച് നിങ്ങൾ ഇത് വിതരണം ചെയ്യണമെന്ന് ഏതാ പ്രായോഗികം? ഒരാളെ കൊണ്ടുപോയി നമ്മളെല്ലാവരും കൂടി സക്കാത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ച്, അയാൾ വിശ്വസ്തനാണ്, പ്രശ്നമൊന്നുമില്ല.
അയാൾക്ക് ഈ സക്കാത്തിന്റെ കണക്കുണ്ടാക്കി ഇതിനർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി സക്കാത്ത് വിതരണം ചെയ്യുന്നത് പ്രായോഗികമാണോ? നടപടിയുള്ള വല്ല കാര്യം പറയണ്ടേ? പറയുമ്പോൾ പ്രായോഗികമല്ല. അതിനവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ബാക്കിയുള്ളവരുടെ സഹായം തേടാം. ആ സഹായം തരണവരെ ഇതിനകത്തേക്ക് ചേർത്ത് വെച്ചാൽ പോരെ. അതിനല്ലേ മലയാളം ഇംഗ്ലീഷിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിനല്ലേ കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ആളുകൾ ആരായിരിക്കും? തോന്നിയവനായിരിക്കില്ലല്ലോ. ആ മഹല്ലിലെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന സാമാന്യ ധാരണയുള്ള ഒരു വിശ്വസ്തനായിരിക്കൂലേ. അയാളെ ഇതിനകത്തേക്ക് ചേർത്ത് വെച്ച പ്രശ്നം തീർന്നല്ലോ. അതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത്, എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ ഇടപെടുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയി ലക്ഷക്കണക്കിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരാളെ കൊണ്ടുപോയി നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കാറുണ്ടാ? ഇവിടെ നിങ്ങളാരെങ്കിലും ഏൽപ്പിക്കാറുണ്ടാ? എൻ്റെ കയ്യിലുള്ള കാശ് എനിക്ക് എൻ്റെ കാശ് എന്നുള്ള എനിക്ക് സ്വന്തം കൈകാര്യം ചെയ്യാന്നല്ലാതെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട ഒരു പൊതുവായ പരിപാടിയിൽ ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാളെ കൊണ്ട് ഏൽപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഒരാളെ ഏൽപ്പിക്കാൻ തുനിഞ്ഞാൽ നമ്മളപ്പോൾ ഒബ്ജക്റ്റ് ചെയ്യൂലേ? അല്ല, അത് ശരിയാവും, ഒരാളെ ഏൽപ്പിച്ച് ശരിയല്ല, ഇയാൾ വിശ്വസ്തനാണെന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ഒരാൾ മതിയാവില്ല എന്നല്ലേ നമ്മൾ പറയുള്ളൂ. കാരണം എന്താ? ആ ഫണ്ട് കൈകാര്യം ചെയ്യേണ്ടത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സൂക്ഷ്മതയോടുകൂടി ആയതുകൊണ്ടല്ലേ നമ്മൾ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന. അയാൾ എത്ര വിശ്വസ്തനാണെങ്കിലും, അയാൾ എത്ര ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ആളാണെങ്കിലും ഒറ്റയ്ക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല എന്നല്ലേ നമ്മൾ പറയുക. എന്നാൽ അതിനേക്കാളെല്ലാം സൂക്ഷ്മതയുള്ള സക്കാത്ത് ഒരാളെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നത് എന്ത് ന്യായോ എൻ്റെ സഹോദരന്മാരെ? വളരെ സൂക്ഷ്മതയോടുകൂടി വല്ലവൻ്റെയും സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട വിഷയം ഒരാൾ വിശ്വസ്തനാണെന്നും പറഞ്ഞ് അയാളെ കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു യുക്തിയുമില്ല, ഒരു ബുദ്ധിയുമില്ല, ഒരു പ്രായോഗികതയുമില്ല. അതുകൊണ്ട് ഇവർ ഈ പറയുന്ന കാര്യം മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കലാണ് ഈ ന്യായം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കൂ. ഇവരോട് കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ എന്താണ് കുഴപ്പം എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഒരു കുഴപ്പവും പറയാനില്ല. കമ്മിറ്റി ഏൽപ്പിച്ചാൽ ഇന്ന കുഴപ്പമുണ്ടെന്ന് ഈ കമ്മിറ്റി ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർ പറഞ്ഞ് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. കമ്മിറ്റി ഏൽപ്പിച്ചാൽ ഇന്ന കുഴപ്പമുണ്ട്. ആകെ പിന്നെ പറയാനുള്ളത് ഞങ്ങളുടെ മദ്ഹബിന്റെ കിതാബിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നല്ലാതെ ഒരു പ്രായോഗിക മറുപടിയും വ്യക്തി ഏൽപ്പിച്ചാൽ ഇന്ന ഗുണമുണ്ട്, കമ്മിറ്റി ഏൽപ്പിച്ചാൽ ഇന്ന ദോഷമുണ്ട് എന്ന് പറയാൻ ഈ പണ്ഡിതന്മാരുടെ കൈവശം ഒരു തെളിവുമില്ല. ഞങ്ങളുടെ മദ്ഹബിന്റെ കിതാബിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ള അൽ കിതാബിൽ എഴുതി വെച്ചെന്നല്ല ഇവർ പറയുന്നത്. അള്ളാന്റെ കലാമായ അൽ കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്നല്ല പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വർത്തമാനമായ ഹദീസ് ഷരീഫിൽ ഇങ്ങനെ ഉണ്ട് എന്നല്ല പറയുന്നത്. മദ്ഹബിന്റെ ഏതോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ഒരാളെ ഏൽപ്പിക്കാനേ പറ്റുള്ളൂ, ഇസ്ലാമിക ഭരണകൂടമില്ലെങ്കിൽ എന്ന് എഴുതി വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഇവരുടെ പ്രമാണ വായന തന്നെ അക്ഷരവായനയാണ്. പ്രമാണത്തെ വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വായിക്കുന്നത് അക്ഷരവായനയാണ്. പ്രായോഗികമായി ഇതിനെന്തെങ്കിലും തടസ്സം വേണം. അള്ളാഹു ഇത് വേണ്ടെന്ന് പറയണം, പറ്റില്ല എന്ന് പറയണം. കമ്മിറ്റി ഏൽപ്പിച്ചാൽ ചുരുങ്ങിയത് കോമൺ സെൻസ് ഉള്ള ആളുകളോട് പറയണം, കമ്മിറ്റി ഏൽപ്പിച്ചാൽ ഇന്ന തകരാറുണ്ട് എന്ന് പറയണം. എങ്കിലല്ലേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പുതിയ ജനറേഷനെ, ഈ പുതിയ ജനറേഷനല്ല, കോമൺ സെൻസ് ഉള്ള ഒരാളെ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന കോമൺ സെൻസ് ഉള്ള ഒരാളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പുതിയ തലമുറയെ, വിമർശനാത്മകമായി ഇസ്ലാമിനെ നോക്കിക്കാണുന്ന പുതിയ തലമുറയെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമോ നമുക്ക്? അവർ ചിന്തിക്കൂലേ, ഇതാണോ ഇസ്ലാം? ഇതെന്ത് പരിപാടിയാണിത്? ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കാൻ പാടുള്ളൂ, ഒന്നിലേറെ ആളുകളെ, വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഇവർ പറയുന്ന കേട്ടാൽ ആളുകൾ കൂടുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. ഒന്നിലേറെ ആളുകളുള്ളപ്പോൾ നമ്മളെപ്പോഴും ഒരാളുടെ കയ്യിൽ കൊണ്ടുപോയി 1000 രൂപ കൊടുത്താൽ നമ്മൾ കടം കൊടുക്കുന്നതിനേക്കാൾ ഗുരുതരമായ സംഗതിയല്ലേ ഒരാളുടെ സക്കാത്ത് കൊണ്ട് ഏൽപ്പിക്കാന്ന് പറഞ്ഞത്. നമ്മൾ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി 10,000 രൂപ കടം കൊടുത്താൽ ചുരുങ്ങിയത് നമുക്ക് ആരും അറിയാതെ കൊണ്ടുപോയി കൊടുത്താൽ നമുക്കൊരു ഉറപ്പ് കിട്ടുമോ? ഇല്ല. നമ്മൾ ഭാര്യനോടെങ്കിലും മറ്റാരോടെങ്കിലും പറയും, ഒരു 10,000 രൂപ ആൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയില്ലേ? എന്തിനത് പറയുന്നത്? ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് സുരക്ഷിതത്വ കുറവുണ്ട്. എന്നാൽ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട, മറ്റൊരാളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിൽ ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ച മതി എന്ന് ഇവർ പറയുന്നത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്നതാണ് ഇവര്. അതാണ് ഞാൻ ഇതിനകത്ത് കോമഡി എന്ന് പറഞ്ഞത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ സക്കാത്ത് പിരിക്കുന്നത് ആരാ? ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ സക്കാത്ത് പിരിക്കുന്നത് ആ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയാണോ? അല്ലെങ്കിൽ പ്രസിഡന്റാണോ? അല്ലല്ലോ. സക്കാത്ത് പിരിക്കാൻ അവർ ഒരു ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിക്കും. ആ ഡിപ്പാർട്ട്മെന്റിന് ഹെഡ് ഉണ്ടാവും, ഒത്തിരി സ്റ്റാഫ് ഉണ്ടാവും, ഒത്തിരി ഒഫീഷ്യൽസ് ഉണ്ടാകും. ഇവരല്ലേ കളക്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര ആളായി അതിനകത്ത്?
ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആരാളുടെ കമ്മിറ്റി പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുക? ഇസ്ലാമിക രാഷ്ട്രത്തിൽ വലിയ ഒരു ഡിപ്പാർട്ട്മെന്റാണ് സക്കാത്ത് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഒരാളോ 2 ആളോ 3 ആളോ 10 ആളോ 25 ആളോ അല്ല. ഇന്നത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ സക്കാത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒരാളല്ല. അങ്ങനെ മനസ്സിലാക്കുന്ന നമ്മളോടാണ് പറയുന്നത് ഇത് ഇസ്ലാമിക ഭരണകൂടം ഇല്ലെങ്കിൽ പിന്നെ ഒരാളെ ഏൽപ്പിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വ്യക്തിക്ക് കൊടുത്തോളണം എന്ന് പറയുന്നത് ന്യായമേ അല്ല. ഇനി മറ്റൊരു സംഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിക ഭരണം, നമുക്ക് 4 ആരാധന ഇസ്ലാമിലുണ്ട്. സുപ്രധാനമായ ആരാധനയുണ്ട്. നോമ്പ്, നമസ്കാരം, നോമ്പ്, പിന്നെ സക്കാത്ത്, ഹജ്ജ്. 4 സുപ്രധാനമായ ആരാധന ഇസ്ലാമിലുണ്ട്. ഈ 4 സുപ്രധാനമായ ആരാധനയെ നിങ്ങൾ നോക്കൂ. നോമ്പ് പിടിക്കണമെങ്കിൽ നിലാവ് കാണണം, മാസപ്പിറവി വേണം, ചുരുങ്ങിയത് റമദാനിലും വേണം, ശവ്വാലിലും വേണം. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇത് പ്രഖ്യാപിക്കുന്നത് ആരാ? ഏതെങ്കിലും മൊയ്ലിയാരാണോ? ഏതെങ്കിലും മൗലവിയാണോ? സംഘടനക്കാരാണോ? അല്ല. മറിച്ച് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരിക്കും. ചിലപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അത് പ്രഖ്യാപിക്കുക. ഇന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അതാണ് നടക്കുന്നത്. ഭരണകൂടം ഏൽപ്പിച്ചിട്ടുള്ള ഒഫീഷ്യൽ ആയിരിക്കും അത് പ്രഖ്യാപിക്കുക. ഇവിടെ ആരെങ്കിലും ഇത് ഇസ്ലാമിക രാഷ്ട്രമല്ല, അതുകൊണ്ട് ഇനി നമുക്ക് അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള അവകാശം ഇല്ല, അത് ഇസ്ലാമിക രാഷ്ട്രം ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രം അല്ലാത്തത് കൊണ്ട് ഓരോരുത്തരും നിലാവ് കണ്ട് നോമ്പ് പിടിച്ചോന്ന് ഇവിടെ ആരെങ്കിലും പറയൂ? ഓരോരുത്തരും നിലാവ് കണ്ട് നോമ്പ് പിടിച്ചോന്ന് പറയാനൊരു ചെറിയ ന്യായവും കൂടിയുണ്ട് ഖുർആനിൽ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ. നിങ്ങളിൽ ആ മാസത്തിന് സാക്ഷിയായ ആൾ നോമ്പ് പിടിക്കാൻ അല്ലാഹ് പറയുന്നത്. നിങ്ങളിൽ ആ മാസത്തിന് സാക്ഷിയായ ആൾ നോമ്പ് പിടിക്കാനല്ല. ആ നിലക്ക് വേണമെങ്കിൽ ഇവർക്ക് വ്യാഖ്യാനിക്കാം, ഒറ്റക്കൊറ്റക്ക് നോമ്പ് പിടിച്ചാൽ മതി, നിങ്ങളിൽ സാക്ഷിയായവർ നോമ്പ് പിടിച്ചാൽ മതി എന്നാണല്ലോ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? ഇവിടെ പറഞ്ഞോ? ഇല്ല. പകരം എന്തായി? ഇവർ കാളിയെ നിശ്ചയിച്ചു. ഹിലാല് കമ്മിറ്റി ഉണ്ടാക്കി. എന്നിട്ട് കാളിയാണോ പോയി നോക്കുന്നത്? അല്ല. കോഴിക്കോട് കാപ്പാട് ഒരു കോയാനെ നിയോഗിച്ചിട്ടുണ്ട്. ആ കോയ പോയി നോക്കും. ആ കോയ പറയും കണ്ടു എന്ന് കാളിയോട് പറയും. അത് വിശ്വാസത്തിലെടുത്ത് കാളി പ്രഖ്യാപിക്കും. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നവും അതിനകത്തില്ല. പതിറ്റാണ്ടുകളായിട്ട് നമ്മളെ തുടർന്നു വരുന്ന രീതി അതാണ്. ഹിലാൽ കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ ഒരു ആരാധനയുടെ കാര്യത്തിൽ ഒരു അള്ളാഹുവും റസൂലും ഒന്നും ചെയ്യാത്ത ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഭരണാധികാരി ചെയ്യുന്ന ഒരു പണിയാണ് ഇപ്പോൾ കാളിയും ഹിലാൽ കമ്മിറ്റി ചെയ്യുന്നത്. അവിടെ ഹിലാൽ കമ്മിറ്റി ഉണ്ടാക്കുന്നതിനോ കാളിയെ നിശ്ചയിച്ച് പ്രഖ്യാപിക്കുന്നതിനോ ഇസ്ലാമിക രാഷ്ട്രമല്ലാഞ്ഞിട്ടും ഒരു തടസ്സം ഉണ്ടായില്ല. ഒരു കാര്യം, ഹജ്ജിനെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്? ഹജ്ജിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താ ഖുർആനിൽ? ആവതുള്ളവൻ അവിടെ എത്തും, താങ്കൾ വിളിക്കൂ, ആവതുള്ളവൻ അവിടെ എത്തും എന്നാണ് പറഞ്ഞത്. അല്ലാതെ വല്ല കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് അള്ളാഹ് പറഞ്ഞോ? പറഞ്ഞില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത്? ഹജ്ജ് കമ്മിറ്റി ഉണ്ടാക്കി. എന്നിട്ട് ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി നമ്മളായി മാറി. എന്നിട്ട് പിന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ വേറെ നമ്മുടെ കുറേ ആളുകളെ നമ്മൾ ഇരുത്തി. ഇസ്ലാമിക രാഷ്ട്രമല്ല ഇന്ത്യ എന്നുള്ളത് അതിന് വല്ല തടസ്സം ഉണ്ടായോ? തടസ്സം ഉണ്ടായില്ല. അപ്പൊ ഹജ്ജിന് ഹജ്ജ് കമ്മിറ്റിയായി. അപ്പൊ നോമ്പിന് ഹിലാൽ കമ്മിറ്റിയായി, ഹജ്ജിന് ഹജ്ജ് കമ്മിറ്റിയായി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ഒന്നാമത്തെ ആരാധനയാണ് നമസ്കാരം. നമസ്കാരം എങ്ങനെ നമ്മൾ ചെയ്യുക? ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമല്ല, അപ്പൊ അതുകൊണ്ട് മഹല്ലൊന്നും വേണ്ട, ഓരോരുത്തരും ഒറ്റക്ക് നിസ്കരിച്ച മതി എന്ന് തീരുമാനിച്ചോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്ത്? മഹല്ലുണ്ടാക്കി, മഹല്ല് കമ്മിറ്റി ഉണ്ടാക്കി, പള്ളി കമ്മിറ്റി ഉണ്ടാക്കി, മദ്രസ കമ്മിറ്റി ഉണ്ടാക്കി, 100 കമ്മിറ്റി ഉണ്ടാക്കി നമ്മളൊരു മഹല്ലിന് കീഴിൽ. എന്നിട്ട് പുനർനിർമ്മാണ കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ പല കമ്മിറ്റികളും നമ്മൾ ഉണ്ടാക്കി. വല്ല തടസ്സവും നമുക്കുണ്ടായോ? ഒരു തടസ്സം ഉണ്ടായില്ല. അപ്പൊ അവിടെയും കമ്മിറ്റിയായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമസ്കാരത്തിന് കമ്മിറ്റിയായി, നോമ്പിന് കമ്മിറ്റിയായി, ഹജ്ജിന് കമ്മിറ്റിയായി. സക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ മാത്രം കമ്മിറ്റി പറ്റൂല. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ സക്കാത്ത് മാത്രം കമ്മിറ്റി പറ്റൂല. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാറ്റിനും കമ്മിറ്റി ആവാം, സക്കാത്തിന് മാത്രം കമ്മിറ്റി ആവാൻ പറ്റില്ല. ഇത് മനുഷ്യരുടെ ഇടയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വനാന്തരത്തിൽ ചെന്ന് ഒറ്റക്ക് പറയണം. അവിടെ വെച്ചൊരു മൃഗം കേട്ടാൽ ആ മൃഗവും ചിരിക്കും, എന്തെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൽ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഹിലാൽ കമ്മിറ്റി ഉണ്ടായതും ഹജ്ജ് കമ്മിറ്റി ഉണ്ടായതും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി ഉണ്ടായതും ഇതൊക്കെ ഉണ്ടായതും. സക്കാത്തിന്റെ കാര്യത്തിൽ മാത്രം ആ പ്രായോഗികത പറ്റില്ല. അത് പിന്നെ കമ്മിറ്റിക്ക് എന്താണ് പ്രശ്നമെന്ന് പറയണം. ഇന്ന പ്രശ്നമുണ്ട് കമ്മിറ്റി വഴി കൊടുത്താൽ എന്ന് പറയണം. വ്യക്തിയെ ഏൽപ്പിച്ചാൽ ഇന്ന ഗുണമുണ്ട് എന്ന് പറയണം. ഇതൊന്നും പറയില്ല, ഇത് പറയാൻ പറ്റില്ല. കാരണം അക്ഷരവായന നടത്തിയിട്ടാണ് മതവിധി നടത്തുന്നത്. അതുകൊണ്ടാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുഴിവേലിപ്പടി പള്ളി പുനർനിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണുള്ളത്.
പുനർനിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണ് കുഴിയിൽപ്പടി പള്ളി ഉള്ളത്. കുഴിയിൽപ്പടി പള്ളി പുനർനിർമ്മിക്കാൻ 13 കോടി രൂപയാണ് ചെലവ്. 13 കോടി രൂപ. നമ്മുടെ കളമശ്ശേരിയിലെ ഞാലകം മസ്ജിദ് പുനർനിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണുള്ളത്. 20 കോടി രൂപയാണ് അതിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി വരുന്നത്. ഈ 20 കോടിയും 13 കോടിയും വെച്ച് പുനർനിർമ്മാണത്തിന് കമ്മിറ്റി ഉണ്ടാക്കാൻ ഒരു പ്രശ്നമില്ല. അതെന്തേ ഇവർ ഒറ്റക്കൊരാളെ ഏൽപ്പിച്ചാൽ മതി, ബാക്കിയുള്ളവരെ സഹായം തേടിയ മതി എന്ന് പറയാത്തത് എന്താണ് പറയാത്തത്? ഇനി ആരെങ്കിലും പറഞ്ഞാൽ അവിടെ വെളിവുള്ള ആരെങ്കിലും അത് സമ്മതിക്കുമോ? അത് ശരിയാവില്ല. ഒരാളെ ഏൽപ്പിച്ച് എങ്ങനെ ശരിയാവണത്? അല്ല, ബാക്കിയുള്ളവരൊക്കെ വിളിച്ചാൽ മതി, ആവശ്യത്തിന് സഹായത്തിന് വിളിച്ചാൽ മതി. അത് ശരിയാവില്ല. അത് കമ്മിറ്റി വെച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നല്ലേ നമ്മൾ പറയുള്ളൂ. ഈ കോടിക്കണക്കിന് രൂപ ആ മഹല്ലിൽ നിന്നും പുറത്തു നിന്നും പിരിച്ച് കണക്കുണ്ടാക്കി ഉപയോഗിക്കുന്നതിന് കമ്മിറ്റി ഉണ്ടാക്കാൻ ഒരു തടസ്സവും ഇവിടെ ആർക്കുമില്ല. അതേസമയം നാട്ടിലെ വിശ്വസ്തരായ സത്യവിശ്വാസികളുടെ സക്കാത്ത് കളക്ട് ചെയ്ത് അത് ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിധം വിതരണം അതിന് കമ്മിറ്റി പറ്റില്ല. അതൊരു വ്യക്തി ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിക രാഷ്ട്രമല്ല ഇന്ത്യ, അല്ലല്ലോ. ആ ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത ഇന്ത്യയിൽ നിന്ന് മഹല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിശ്ചിത ഭൂപ്രദേശത്തെ തിരിച്ച്, നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമല്ല, എന്നിട്ടും മഹല്ല് എന്ന് പറഞ്ഞ ഒരു നിശ്ചിത ഭൂപ്രദേശത്തെ വളച്ചു കെട്ടി ഇത് ഞങ്ങളുടെ പരിധിയിലാണെന്ന് പ്രഖ്യാപിച്ച്, എന്നിട്ട് ഇതിനെ മഹല്ലെന്ന് പേരിട്ട് മഹല്ല് കമ്മിറ്റിയെ നിശ്ചയിച്ച് മഹല്ല് കാളിയെ നിശ്ചയിച്ച്, എന്നിട്ട് ഈ മഹല്ലിനകത്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണമെങ്കിൽ 25,000 രൂപ തരണം എന്ന് ഗവൺമെന്റിനെ പോലെ തിട്ടൂരമിറക്കാനും, നിങ്ങൾക്ക് ഇവിടെ മെമ്പർഷിപ്പ് വോട്ടവകാശം കിട്ടണമെങ്കിൽ 15 വർഷം നിങ്ങൾ ഇവിടെ സ്ഥിരതാമസം നടത്തണം എന്ന് ഭരണകൂടത്തെ പോലെ ആജ്ഞാപിക്കാനും നമുക്ക് കഴിയും. അതിന് കമ്മിറ്റിക്ക് കഴിയുമെങ്കിൽ സക്കാത്ത് മാത്രം പിരിച്ചെടുക്കാൻ കമ്മിറ്റിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞത്, ഇത് മനുഷ്യവാസം ഉള്ളിടത്ത് പറയാൻ പറ്റില്ല. വല്ല വനാന്തരങ്ങളിൽ ചെന്ന് നിന്ന് ഒറ്റക്ക് പ്രഖ്യാപിക്കാനേ പറ്റുള്ളൂ. അതാണ്. മറ്റൊന്നാലോചിച്ച് നോക്കൂ. ഇത് ഇസ്ലാമിക രാഷ്ട്രമല്ല. അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം ഒരു സമ്പൂർണ്ണ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ്, ഒരു ജീവിത വ്യവസ്ഥയാണ് അള്ളാഹുവിന്റെ ദീൻ. ആയിരുന്നിട്ടും ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനകത്ത് നിന്ന് പിന്നെ കുറെ മതസംഘടനകൾ ഉണ്ടാക്കി, അതിന് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാക്കി, അതോടൊപ്പം തന്നെ അതിന് യുവജന ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിന് പിന്നെ വിദ്യാർത്ഥി ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിനെല്ലാം സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, പ്രാദേശിക കമ്മിറ്റി, അങ്ങനെ 100,000 കമ്മിറ്റികൾ ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് കമ്മിറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ല. 1-2 രൂപയാണ് പിടിക്കുന്നത്, കോടിക്കണക്കിന് രൂപയാണ്. പലരും ഇവിടെ പിരിച്ചുകൊണ്ട് വരുന്നത് ഇപ്പോൾ കേൾക്കുന്നത് സക്കാത്ത് സംഘടിതമായിട്ട് പിരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകൾ വേറെ രാഷ്ട്രങ്ങളിലുള്ള സക്കാത്ത് സംഘടിതമായിട്ട് പിരിച്ചു വെച്ച കാശ് മേടിച്ചുകൊണ്ടൊന്നും ഇവിടെ ചെലവഴിക്കുന്നു എന്നാണ് ഇപ്പോൾ അവസാനം കേൾക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കാശ് പോയി മേടിക്കാം. ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, ഇത് സംഘടിത ശേഖരണ വിതരണമാണ്, അതുകൊണ്ട് ശരിയാവില്ല എന്ന് പറയല്ല. ആ കാശ് അപ്പം തന്നെ ഒപ്പിട്ട് മേടിച്ച് എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും ചെയ്യാൻ കമ്മിറ്റിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ സക്കാത്ത് മാത്രം അത് കളക്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇത് മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കലാണ്. ഇത് ഒരു തലമുറയെയും ബോധ്യപ്പെടുത്താൻ പറ്റില്ല, പുതുതലമുറയെ ഒട്ടും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ഇതാണോ ഇസ്ലാം എന്നവർ വിചാരിക്കും. ഇതാണോ സർവകാലജ്ഞാനിയായ അള്ളാഹുവിൻ്റെ ദീൻ എന്നവർ വിചാരിക്കും. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എല്ലാത്തിനും കമ്മിറ്റി ആവാം. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റാത്ത ഏക കാര്യം സക്കാത്താണ് എന്നാണ് ഇവർ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അത് ഇസ്ലാമല്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമല്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഈ സക്കാത്ത് സംഘടിതമായിട്ട് ശേഖരിച്ച് ഫലപ്രദമായിട്ട് എന്ത് സംവിധാനത്തിലൂടെ വിതരണം ചെയ്യാൻ പറ്റും എന്നാണ് ഈ രാജ്യത്തുള്ള എല്ലാവരും ആലോചിക്കേണ്ടത്. പണ്ഡിതന്മാർ ആലോചിക്കേണ്ടത്, മഹല്ലിൽ ആളുകൾ ആലോചിക്കേണ്ടത്, സംഘടനക്കാർ ആലോചിക്കേണ്ടത്. എങ്ങനെ നമ്മളുടെ ഈ നിയമ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിനകത്ത് നിന്ന് ഇത് ഫലപ്രദമായിട്ട് എങ്ങനെ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൊരുത്തപ്പെടുകയുള്ളൂ, അള്ളാഹുവിൻ്റെ റസൂൽ അത് പൊരുത്തപ്പെടുകയുള്ളൂ. അതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയില്ല. ഇവർ ബുദ്ധിമാന്മാരാണല്ലോ, ഇവർ പ്രായോഗികമായിട്ട് ചെയ്യാൻ കരുത്തുറ്റ ആളുകളാണല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അപ്രിസിയേഷൻ ലഭിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. പല വാദങ്ങളും പലതും പലയിടത്തു നിന്നും പറയും.
പക്ഷെ പ്രായോഗികമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആകെ അങ്ങോട്ട് വിഴുങ്ങിപ്പോണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളൊന്ന് ആലോചിക്കണം. ആര് പറയുന്നതിലാണ് യുക്തിയുള്ളത്, ആര് പറയുന്നതിലാണ് പ്രാമാണികതയുള്ളത്, ആര് പറയുന്നതിലാണ് പ്രായോഗികതയുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.